മഹാവിഷ്ണുവിന്റെ ഒരു വിഗ്രഹം ദേവകയും വസുദേവരും പൂജിച്ചിരുന്ന വിഷ്ണുവിന്റെ വിഗ്രഹത്തെ ദ്വാരക കടലിനുള്ളിൽ ആണ്ടുപോകുമ്പോൾ അത് ആ കടൽ തിരമാലകളിലൂടെ അലയടിച്ച് തീരത്ത് വന്ന് ചേരുമ്പോൾ അപ്പോൾ ഗുരു എന്ന് പറഞ്ഞ ആരാ? ബൃഹസ്പതി. ഇന്നലെ പറഞ്ഞില്ലേ, വ്യാഴാഴ്ച ബൃഹസ്പതി എന്ന് പറയുന്നത് ദേവഗുരുവാണ്. ആ ദേവഗുരുവും വായുവും കൂടി ചേർന്ന് എവിടെ പ്രതിഷ്ഠിച്ചു? അവിടെ പ്രതിഷ്ഠിച്ചപ്പോൾ ആ സ്ഥലത്തിന് വന്ന പേരാണ് ഗുരുവായൂർ. മനസ്സിലായി? അങ്ങനെ ആ 18,000 ഗ്രന്ഥ ശ്ലോകത്തിനെ എത്ര ദശകങ്ങളാക്കി? നാരായണ 100 ദശകം. ഒരു ദശകത്തിൽ എത്ര ശ്ലോകം അല്ലേ? അതായത് 18,000 ഗ്രന്ഥ ശ്ലോകങ്ങളെ 1000 ശ്ലോകമായിട്ട് അതിന്റെ സത്തിനെ മാത്രം എടുത്ത് ഇപ്പൊ ഭാഗവതത്തിന്റെ പറയും നിഗമകൽപതരൂർ ഗളിതം ബലം സുഖമുഖാദം അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹൂരകോ രസികാ ഭൂമി ഭാഗവുക. അതായത് അതിന്റെ പറയുന്നത് എങ്ങനെ പറയുന്നത് അറിയോ? ഉറക്കം വരുന്നുണ്ട് കേട്ടല്ലോ, ഒന്നെണ്ണീറ്റൊന്ന് തലേക്കൊന്ന് കൊണ്ട ഞാൻ പോകും കേട്ടാ. അതായത് സങ്കല്പിക്കുക, നമ്മുടെ വീടിന്റെ മുൻപിൽ ഒരു മാവ് നിൽപ്പുണ്ട്. ഒരു മാവ് വീടിന്റെ മുന്നിൽ നിൽപ്പുണ്ട്. അതില് ഒരു മാങ്ങ അങ്ങനെ പഴുത്ത് തുടുത്ത് ഇങ്ങനെ കിടക്കുക. ഉടനെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പണി ചെയ്യും അല്ലേ? ഇത് കണ്ട ഉടനെ നമുക്ക് എന്ത് തോന്നും? എത്ര മധുരമല്ലേ അല്ലേ? ആ മാങ്ങയ്ക്ക് എത്ര മധുരമായിരിക്കും ആ മാമ്പഴത്തിന് അല്ലേ? അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു, ചോദിക്കുക, ഈ മാമ്പഴത്തിൽ ഇത്രയും മധുരമുണ്ടല്ലോ, ഈ മാമ്പഴത്തിൽ ഇത്രയും മധുരമുണ്ടെന്ന് പറഞ്ഞിട്ട് ആ മാവിന്റെ ഒരില എടുത്ത് കടിച്ചാൽ മധുരം കാണും. പക്ഷെ ഈ മാമ്പഴത്തിന് മധുരമല്ല എവിടെ നിന്നാ വന്നത്? എവിടുന്നാ വന്നത്? ആ മാവിന്റെ ആമൂലാന്തം, അതിന്റെ വേര് തൊട്ട് തടി തൊട്ട് വേര് തൊട്ട് തടി തൊട്ട് ശിഖരം തൊട്ട് ഇല തൊട്ട് ആ മാവിൽ എന്തൊക്കെ ഉണ്ടോ അതിന്റെ എല്ലാം സത്തിനെ എവിടെ വെച്ചിരിക്കുകയാണ്? മാമ്പഴത്തിൽ. എന്നും പറഞ്ഞിട്ട് മാവിന്റെ ഒരു കമ്പെടുത്ത് കടിച്ചാൽ മാങ്ങയുടെ സ്വാദ് കിട്ടുമോ? അതാ ഭാഗവതം. ഈ വേദാന്തങ്ങളുടെ എത്ര വേദമുണ്ട്? ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വേദങ്ങൾ എത്ര വേദം മക്കളോടാ ഞാൻ ചോദിക്കുന്നതന്നെ ഇങ്ങനെ ചോദിക്കും. എത്ര വേദമുണ്ട്? പറ, ഒരാള് പറ. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഇങ്ങനെ 4 വേദങ്ങൾ നമുക്കുണ്ട്. മനസ്സിലായോ? ആ വേദങ്ങളെല്ലാം നമുക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല ഈ കലിയുഗത്തിൽ. ഈ കലി ബാധിച്ചിരിക്കുന്ന കന്മഷത്തിൽ പെട്ടുകിടക്കുന്ന ഈ മനുഷ്യർക്കൊന്നും ഈ വേദങ്ങളൊന്നും മനസ്സിലാകുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന വേദവ്യാസൻ ആ വേദങ്ങളെയെല്ലാം സംഗ്രഹിച്ച് ഉപനിഷത്തുക്കളാക്കി ഉപത്തിൽ വസിക്കുക. ഗുരുകുല വിദ്യാഭ്യാസം പണ്ടത്തെ നിയർ ബൈ ഗോഡ്, അതാണ് ഉപനിഷത്ത്. അത് ഈ വൈദേശികരെല്ലാം ഇവിടെ വന്നെല്ലാം നശിപ്പിച്ചിട്ട് പോയിട്ട് നമുക്കിപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് 108 ഉപനിഷത്തുണ്ടെന്ന് പറയുന്നു. അതിൽ പ്രധാനം 10. അതാണ് കേനോപനിഷത്ത്, ഉപനിഷത്ത്, മുണ്ടകോപനിഷത്ത് എന്നൊക്കെ പറഞ്ഞ് ഒരു ഉപനിഷത്ത് മന്ത്രം പറയാവോ? പറയാം. മക്കൾക്കറിയാവോ? നിങ്ങൾ എന്നും കേൾക്കുന്നതാ. അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മിഥ്യോമ അമൃതം ഗമയ. ഉപനിഷത്ത് മന്ത്രമാണ്. അസതോമ സദ്ഗമയ എന്ന് പറഞ്ഞാൽ
എന്നെ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലോട്ട് നയിക്കൂ. അല്ലേ? ഉപനിഷത്ത് മന്ത്രോ. പിന്നെ ഇതിനു മുമ്പ് നിങ്ങൾക്ക് മക്കൾക്ക് പറഞ്ഞു, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്തി വര അനുബോധിത. ഉണരൂ, നീ ലക്ഷ്യം നേടുന്നിടം വരെ പ്രവർത്തിച്ചു. ഇത് കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കൊണ്ട് നടക്കേണ്ട ആപ്തവാക്യമായ മന്ത്രമാണ്. ആര്? കുഞ്ഞുങ്ങൾ. നിങ്ങളുടെ എപ്പോഴും ആ ഒരു എയിം വേണം, ഞാൻ എന്തെങ്കിലും ഒന്ന് ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ഉണരൂ, ഉറങ്ങാതിരിക്കൂ. ഉണരൂ എന്ന് പറഞ്ഞാൽ ഉറങ്ങാതെ, അല്ലേ? 10 മണി വരെ കിടന്നുറങ്ങൂ. ഇന്ന് എത്ര മണിക്ക് എണീറ്റ്? ഇന്നിവരൊക്കെ നേരത്തെ വന്നു. ഞാനിവിടെ ജപിക്കാനിരിക്കുമ്പോ ആദ്യം വന്ന ഹീറോയാണ്. ഞാൻ അവനോട് പറഞ്ഞു, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്. അതായത് ജന്മാന്തരേ ഭവേ പുണ്യം, ജന്മാന്തരങ്ങൾ കൊണ്ട് കിട്ടുന്ന പുണ്യമാണ്. എത്രയോ കുഞ്ഞുങ്ങളുണ്ട്. എത്ര കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. എന്താ കാര്യം? അതിനും വേണം ഒരു പുണ്യം, അല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞു, നാളെ എന്നെ പോലെ നീ വലുതാവുമ്പോ ഇതുകൊണ്ട് അങ്ങനെയും വെക്കണം, ഞാനും ഇങ്ങനെയൊക്കെ ചെയ്യും, ഞാനും ഇതൊക്കെ പറയും. ഞങ്ങളും നിങ്ങളെ കൂട്ടി ഇതൊക്കെ കേട്ടോണ്ടിരുന്ന കുഞ്ഞുങ്ങളായിരുന്നു, അല്ലേ? ഒരു കാലം അന്ന് ഞങ്ങളും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, ഞങ്ങളെ കൊണ്ട് ഒന്നും പറ്റണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യണം, അല്ലെ? അതാണ് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്തി വരാന് ബോധിത. അത് ഈ സ്കൂളിൽ പഠിക്കുന്ന ബാല്യകാലത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളുടെയും ഒരു മന്ത്രമായിരിക്കണം, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്തി വരാന് ബോധിത. ഇത് ആരോട് പറഞ്ഞ മന്ത്രമാണ്? നമ്മളൊക്കെ ആരുടെ മന്ത്രമാണെന്നാണ് പറയുന്നത് ഇതിനെ? ഇത് വിവേകാനന്ദ സ്വാമിയുടെ മന്ത്രമാണെന്നാണ് നമ്മളിപ്പോ അറിയുന്നത്. ഇത് കഠോപനിഷത്തിലെ മന്ത്രമാണ്. ശബരിമല എഴുതി വച്ചിരിക്കുന്നു തത്വമസി, അത് ഉപനിഷത്ത് മന്ത്രം. അങ്ങനെ ഈ വേദങ്ങളെ എല്ലാം നമുക്കൊന്നും മനസ്സിലാകില്ലെന്ന് മനസ്സിലാക്കുന്ന വേദവ്യാസൻ അതിനെ എല്ലാം ഇതുകൂട്ട് കുറച്ചാക്കി നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഉപനിഷത്ത് രചിച്ചു. ഉപനിഷത്തിനെയും നമുക്ക് മനസ്സിലാകത്തില്ലെന്ന് മനസ്സിലായപ്പോൾ പുരാണങ്ങളെ രചിച്ചു. ആ പുരാണങ്ങൾക്ക് എത്ര പുരാണങ്ങളുണ്ട്? ഉപപുരാണങ്ങൾ എത്രയുണ്ട്? 18. 36 പുരാണങ്ങളിൽ എത്രയോ കഥാപാത്രങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാർഗദിശയാക്കാൻ വേണ്ടി അവിടെ വേദവ്യാസൻ നമുക്കായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നു, അല്ലേ? അങ്ങനെ ഈ വേദങ്ങളെയും വേദാന്തങ്ങളെയും ഒരു അറിയിപ്പുണ്ട്. സർവൈശ്വര്യ പൂജയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തർ ദിവസം ഓഫീസിൽ നിന്നും രസീതും ഇതിഹാസങ്ങളും. എത്ര ഇതിഹാസങ്ങളുണ്ട് നമുക്ക്? എത്ര ഇതിഹാസമുണ്ട്? 2. ഏതൊക്കെയാ? രാമായണവും മഹാഭാരതവും. ഈ ഭാരത ഭൂമിയിലെ ആദ്യത്തെ മഹാകാവ്യമാണ് ഈ വേദങ്ങളാകുന്ന വേദാന്തങ്ങളാകുന്ന മുത്തുമാലയിലെ മണിമുത്താണ്. ആദ്യത്തെ കാവ്യമാണ് വാത്മീകിയാൽ രചിതമായ രാമായണം, അല്ലെ? അങ്ങനെ 4 വേദങ്ങളും 108 ഉപനിഷത്തുകളും 2 ഇതിഹാസങ്ങളും 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും ഇതിന്റെ എല്ലാം സത്തിനെ 18,000 ഗ്രന്ഥ ശ്ലോകങ്ങളിലൂടെ വേദവ്യാസൻ എവിടെ കൊണ്ടുവന്നു? ശ്രീമദ് ഭാഗവതത്തിൽ. ആ ശ്രീമദ് ഭാഗവതത്തിന്റെയും സത്തിനെ ഭട്ടതിരിപ്പാട് എവിടെ കൊണ്ടുവന്നു? നാരായണീയത്തിൽ. അതുകൊണ്ട് എത്ര നേരം പോയത് ഈ നാരായണീയത്തിനെ പറയാൻ എങ്ങനെ വന്നു? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതാണ് അതിന്റെ കാര്യം. അപ്പോൾ ഇതെല്ലാം നമുക്ക് പകർന്നു തന്നതിന്റെ ഉദ്ദേശശുദ്ധി. നവരാത്രി ആഘോഷമാണെങ്കിലും ഓണാഘോഷമാണെങ്കിലും, ഓണത്തിനെയൊക്കെ നമ്മൾ ഒത്തിരി വൈകൃതമായിട്ടാണ് കാണിക്കുന്നത്. മഹാബലി എന്ന് പറഞ്ഞാൽ വളരെ ബലിഷ്ഠനായ ഒരു രാജാവാണ്, ക്ഷത്രിയനാണ്, അല്ലെ? രാജാവ് എന്ന് പറഞ്ഞാൽ ആരാ? ആ രാജ്യത്തെ സംരക്ഷിക്കുന്ന രാജാവ്. കൊടവയറും വെച്ചാ നടക്കുന്നത്. 6 പാക്കിനെ കണ്ട് വലിയ നല്ല ആരോഗ്യമുള്ള നല്ല ജിമ്മറായിരുന്നു. പക്ഷെ അതിനെ നമ്മുടെ കേരള ഭൂമിയിൽ വൈകൃതമാക്കി കൊടവയറും വെച്ച് കൊമ്പം മീശയും വെച്ച് വൈകൃതമായിട്ടാണ് നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പുരാണങ്ങളിലൊന്നും കൊടവയറിനായ രാജാവില്ല. മനസ്സിലായോ? ഇതൊക്കെ നമ്മുടെ ഹിന്ദുവിനെ എങ്ങനെയൊക്കെ അധിക്ഷേപിക്കാവോ അതിന് നമ്മുടെ ഹിന്ദുവായ
ഹിന്ദുക്കൾ എന്ന് പറയാൻ 3 തരമുണ്ട്. ഒന്നവൻ ജന്മം കൊണ്ട് ഹിന്ദുവാണ്, ചെയ്യുന്നതെല്ലാം ഹിന്ദുവിനെതിരാണ്. അങ്ങനെ ഒരു ഹിന്ദുവുണ്ട്. ഒരു ഹിന്ദുവുണ്ട്, അവൻ ഹിന്ദുവാണ്, കുറിതൊടും, കയ്യിൽ കൊടുക്കും, അമ്പലത്തിലും പോകും, പക്ഷെ ഹിന്ദുവിനെ പറ്റി എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഒന്നും അറിയാം. പിന്നെ കുറച്ചു പേര് മാത്രം ഇതൊക്കെ എന്തെങ്കിലും ഒന്ന് പഠിക്കുന്നവരുണ്ട്. കൂടുതലും ഞാൻ ഹിന്ദുവാണെന്ന് പറഞ്ഞിട്ട് ഹിന്ദുവായ ജന്തുവായി നടക്കുന്നവരാണ് കൂടുതൽ, അല്ലേ? അതുകൊണ്ടാണ് ഇതൊന്നും അറിയാതെ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വിജയദശമി ആയിട്ട് 9 ദിവസം മഹിഷാസുരൻ മുതലുള്ള ആസുരിക ഭാവത്തെ എല്ലാം നശിപ്പിച്ച് നമ്മുടെ ഉള്ളിലെ ആസുരിക ഭാവത്തെ നീക്കി 10ാം നാൾ നമ്മൾ ആഘോഷിക്കുന്ന ആഘോഷമാണ് എന്ത് വിജയദശമി. അതിന്റെ പേരാണ് വിന്നായിട്ട് വന്നു വിജയദശമി ആഘോഷിക്കുന്നു, അല്ലേ? ഇനിയും ദുർഗയായിട്ടും മഹാലക്ഷ്മിയായിട്ടും സരസ്വതിയായിട്ടും അതിനും കൂടെ പറയാൻ സമയം പിന്നില്ല. അതായത് ചെറുതായിട്ട് പറയാം. എന്തുകൊണ്ടാണ് ആദ്യത്തെ 3 ദിവസം നമ്മൾ എന്നും ചെയ്യുന്ന നമ്മുടെ ശീലങ്ങളിൽ നിന്നും മാറി വരാൻ ഒരിച്ചിരി പാടാ, അല്ലേ? എന്ന് ഞാൻ ഒരു തന്തൂരിയ ചിക്കൻ ചില്ലിയോ തന്തൂരി ചിക്കനോ ഒക്കെ കഴിച്ച് നടക്കുന്ന ഞാൻ പെട്ടെന്ന് എന്റെ ആ വ്രതങ്ങളിലോട്ടൊക്കെ മാറുമ്പോ പെട്ടെന്നൊന്ന് മാറാൻ ഒരു ഇച്ചിരി പാടാണ്. അതിന് 3 ദിവസം. ആദ്യത്തെ ദിവസം ഇച്ചിരി മാറണം, പിന്നെ ഒരു ഇച്ചിരി മാറണം, അങ്ങനെ 3ാമത്തെ ദിവസം. അതുകൊണ്ടാണ് ദുർഗാദേവി ആസുരിക ഭാവത്തിലിരിക്കുന്ന ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത്. ആ 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ ആ സാത്വിക ഭാവത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ മഹാലക്ഷ്മിയെ പൂജിക്കും അടുത്ത 3 ദിവസം. മനസ്സിലാവുന്നുണ്ടോ? അത് കഴിയുമ്പോഴാണ് വിദ്യാദായിനിയായ അമ്മ മഹാമായ സരസ്വതി. എന്തുകൊണ്ട് ആദ്യമേ വിദ്യ കൊടുക്കാൻ? ആസുരിക ഭാവത്തിലുള്ളവന് വിദ്യ കൊടുത്തു കഴിഞ്ഞാൽ ഈ ദേശത്തും ഈ നാട്ടിനും ഈ രാഷ്ട്രത്തിനും അവൻ ദ്രോഹിയാകും, അല്ലേ? അതുകൊണ്ടാണ് ആസുരിക ഭാവം മാറി സ്വാത്വിക ഭാവത്തിലോട്ട് വന്നു കഴിഞ്ഞാലേ അറിവ് കൊടുക്കാവൂ. രാവണന് അറിവ് ഒത്തിരി ഉണ്ടായിരുന്നു. രാവണൻ എന്ത് നന്മ ചെയ്തു? തിന്മയല്ലേ ചെയ്തത്, അല്ലേ? അതുകൊണ്ടാണ്. അപ്പോൾ ആ സ്വാത്വിക ഭാവത്തിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് ആ അവസാനമുള്ള 3 ദിവസം നമ്മൾ സരസ്വതി ദേവി നമുക്ക് എന്തൊക്കെ തരും? വിദ്യ തരും, അല്ലേ? വിദ്യാദേവിയല്ലേ സരസ്വതി ദേവി, അല്ലേ? സരസ്വതി ദേവിയുടെ എന്തായിരിക്കുന്നേ? വീണ, അല്ലേ? ഒരു ഗംഗയെ കണ്ടിട്ടുണ്ടോ? ഗംഗ നിങ്ങളുടെ പ്രായമുള്ള വയലിനും വെച്ച് ഇവിടെ എല്ലാം വൈറലായി നടക്കുന്ന ഗംഗയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. വയലിൻ വായിച്ച് ഫ്യൂഷൻ നടത്തി എല്ലാ ഈ കേരളക്കരയിലൊട്ടാകെ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ സാംസ്കാരിക വേദികളിലും ഓടി നടന്ന് എപ്പം നോക്കിയാൽ അത് ചിരിച്ചുകൊണ്ടിരിക്കും. അത് പാട്ട് വായിക്കുമ്പോഴും ചിരിക്കും. അപ്പോൾ ആ സിദ്ധികളൊക്കെ ആ കുഞ്ഞിന് വരണമെങ്കിൽ ആ വരദായിനിയായ അമ്മ മഹാമായയെ ആര് പ്രാർത്ഥിക്കണം? ആ കുഞ്ഞിന്റെ അമ്മയും പ്രാർത്ഥിക്കണം, കുഞ്ഞും പ്രാർത്ഥിക്കണം, അല്ലേ? ആ ഗർഭത്തിലോട്ട് എടുക്കുന്ന, അതാ ഇപ്പൊ പറയാൻ പറ്റില്ല. ഗർഭത്തിലോട്ട് അമ്മ കുഞ്ഞിനെ സ്വീകരിക്കുന്ന സമയം അമ്മ എന്തു ചെയ്തോ അതാണ് ഈ കുഞ്ഞിന്റെ സ്വഭാവം. അതാണ് ഞാൻ പറയാൻ വരുന്നത്. അതായത് നമുക്ക് 16 സംസ്കാരങ്ങൾ നമ്മുടെ പൂർവികരായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ ജനിച്ച് 100 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ ആ 100 വയസ്സിനുള്ളിൽ അവൻ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യണം എന്ന് നമ്മളെ ബോധിപ്പിക്കുന്നതാണ് ഷോഡശ സംസ്കാരം എന്ന് പറയുന്ന നമ്മുടെ അതിബൃഹത്തായ മൂല്യമുള്ള ഒരു സംസ്കാരം. ആ സംസ്കാരത്തിൽ നമ്മൾ അറിയുന്ന സംസ്കാരം ഒന്നേ ഉള്ളൂ. ഈ സംസ്കാരം 16 സംസ്കാരം എന്ന് പറഞ്ഞാൽ 16 അടിയന്തിരമാണ്. മനസ്സിലായോ? നമ്മൾ അറിയുന്ന ഒരേ ഒരു അടിയന്തിരം 16ാമത്തെയാണ്. അത് മുമ്പേ മനുഷ്യനായി എന്തിനീ മണ്ണിൽ പിറന്നു മനസാക്ഷിയോടൊന്ന്
ചോദിച്ചു അല്ലേ? അവരവര് മനസാക്ഷിയോട് ചോദിച്ചു നോക്കണം, ഞാൻ ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് എന്തിനു പിറന്നു, അല്ലേ? അതിൽ പറയും ഈ 16ാമത്തെ അടിയന്തരം എന്ന് പറയുന്ന അന്ത്യേഷ്ടി ഈ ദേഹത്തിൽ നിന്നും ദേഹി പോകുമ്പോൾ വേറെ ആരെങ്കിലും ചെയ്യുന്നത്, നമ്മളല്ല ചെയ്യുന്നത്, ആണോ? അപ്പോൾ ഒന്നാമത്തെ ഷോഡശ സംസ്കാരത്തിലെ ഒന്നാമത്തെ സംസ്കാരം എന്താണ്? ഒന്നാമത്തെ സംസ്കാരം അറിയോ? ഒന്നാമത്തെ അടിയന്തരം. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവന്റെ ആദ്യത്തെ അടിയന്തരം എവിടെയാണെന്ന് തുടങ്ങുന്നതെന്ന് അറിയോ? ആർക്കില്ല? ആർക്കും? ഞാൻ വെള്ളം കുടിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഒരു പ്രഭാഷണത്തിന് വിളിച്ചെന്നെ. വിളിച്ചതെന്തിനാ? നമ്മൾ ഈ നാട്ടിലൊന്നും റെഗുലറായിട്ടില്ലല്ലോ. അപ്പം ഒരു സ്ഥലത്ത് സപ്താഹം ബുക്ക് ചെയ്തപ്പം ഞാൻ അവിടെ ആയിരുന്നു. അപ്പൊ എന്നെ ഇങ്ങനെ അവിടുത്തെ പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞു, ഇതുകൂട്ട് അങ്ങ് ഞാൻ ഞങ്ങളുടെ ഇത്തവണത്തെ സപ്താഹ ആചാര്യനായിട്ട് ക്ഷണിക്കാൻ വിളിച്ചതാ. അപ്പം അവര് നോക്കി ഇവിടെ പോസ്റ്ററൊന്നും കാണുന്നില്ല, ഇതിനകത്തൊന്നും കാണുന്നില്ല ഇങ്ങനൊരാളെ, സപ്താഹ ആചാര്യൻ എന്നും പറഞ്ഞ് ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. അപ്പം എന്നെ അവിടെ പരിചയപ്പെടുത്ത പുള്ളിക്ക് എന്നെ അറിയാം. പുള്ളിയാണ് അവിടെ റെക്കമെൻഡ് ചെയ്ത് ഇദ്ദേഹത്തിന് നമുക്ക് സപ്താഹത്തിന് ആചാര്യനായിട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോ അവിടെ അടുത്ത് വേറൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലും ഈ മണ്ഡലകാലത്തിന് സപ്താഹം വരുന്നുണ്ട്. ഇപ്പൊ വിളിച്ചത് അടുത്ത ഏപ്രിലിന് വേണ്ടിയിട്ടാണ്. അപ്പം അവരെന്താ പറഞ്ഞേ, എന്നാ പുള്ളിക്ക് വല്ല അറിയാവുന്നൊക്കെ ഒന്ന് അറിയണ്ടേ? അപ്പൊ ഇവര് ഇൻഡയറക്റ്റ് ആയിട്ട് എന്നെ ആദ്യം വിളിച്ച ആള് എന്റെ കൂടെ തന്നെ പാരായണത്തിന് വരുന്ന മാഷ പറഞ്ഞു, മാഷ ഇതുകൂട്ടാണ്, ഒന്നിനുമല്ല, ഞങ്ങളുടെ NSSന്റെ ഒരു ക്ഷേത്രമുണ്ട് അവിടെ. അവിടെയാണ് ഏപ്രിൽ സപ്താഹം പറഞ്ഞിരിക്കുന്നത്. അവിടെ പിള്ളേർക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തുടങ്ങും, ഒരു ദിവസം ഒന്ന് വരണം. ഞാൻ പറഞ്ഞു വരാൻ, അതിനെന്താ? അപ്പൊ എനിക്ക് മനസ്സിലായി എന്തിനാ വിളിക്കുക, ഇയാൾക്ക് വല്ല അറിയാവുന്ന അറിയണ്ടേ. ഞാനൊരു 10 മണിയായപ്പോ അവിടെ അപ്പൊ ഇത് കേൾക്കാൻ ആരാ വരുന്നത്? അപ്പൊ അടുത്തുള്ള കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ച് കൊണ്ടിരുത്തി. മൈക്കൊന്നുമില്ല. എന്നിട്ട് ഇവിടെ പറഞ്ഞ അവിടെ അതുമാതിരി ഒരു മൈക്ക. ഞാൻ പറയാം എനിക്ക് മൈക്കൊന്നും ഇത്ര ദൂരമല്ലേ, ഞാൻ പറഞ്ഞോളാം. അങ്ങനെ 10:30 തുടങ്ങി. അപ്പൊ ആദ്യമൊക്കെ കുറച്ച് പേർക്ക് 10:30 തുടങ്ങി നിർത്തിയപ്പോ 12:45 ഞാൻ തന്നെ നിർത്തുമായിരുന്നു. ഇവര് എണീക്കത്തില്ല. ഞാൻ പറഞ്ഞു, എന്നാ നിങ്ങൾക്കൊക്കെ പോകണ്ടേ? അവർ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ഷോഡശ സംസ്കാരത്തിലെ ഒന്നാമത്തെ സംസ്കാരമാണ്. ഇതാരെ കേൾക്കണ്ടെന്നറിയോ? 13 വയസ്സ് തൊട്ട് 19 വയസ്സ് വരെ. അടുത്ത വിവാഹത്തിന് ഇവിടെ അങ്ങനെ ആരെയും കണ്ടിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാം കൊച്ചു കുഞ്ഞുങ്ങളും പിന്നെ പ്രായമുള്ളവരും. ഈ ഇടയ്ക്കുള്ള ആൾക്കാരുണ്ടല്ലോ, ഇവർക്ക് ഇപ്പം ഇതിൽ നിന്നൊന്നും അടുക്കാൻ പറ്റാത്തൊരു സന്ദർഭം അവർക്ക്. ഇവിടെ ഇരുന്ന മോള് പോയ ഈ ഫസ്റ്റിലിരുന്ന് പോയ അവർക്കൊന്നും കേൾക്കാൻ പറ്റും. അവരൊക്കെയാണ് ഇത് കേൾക്കേണ്ടത്. അപ്പൊ അവര് കേട്ടില്ലെങ്കിൽ അവരുടെ അമ്മമാരിവിടെ ഉണ്ടെങ്കിൽ, അമ്മൂമ്മമാരിവിടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ വീട്ടിൽ ചെല്ലുമ്പോ പറയണം, അവിടെ ഒരു പുള്ളി ചുമ്മാ ആണെങ്കിലും പറഞ്ഞല്ലേ, ഒന്ന് ഇതൊക്കെ ശ്രദ്ധിച്ചോളാൻ പറയണം. എന്തോ വേണേ നോട്ട് ചെയ്തു. എന്താ സംഭവം? ഒന്നാമത്തെ നമ്മുടെ സംസ്കാരത്തിന് പറയുന്ന പേരാണ് ഗർഭാധാനം. എന്താ ഗർഭാധാനം? ഗർഭത്തെ ദാനം ചെയ്യുകയാണ്. ആരാ ദാനം ചെയ്യുന്നത്? ഗർഭത്തെ ദാനം ആരാ ചെയ്യുന്നത്? ഭർത്താവ് അല്ലേ? ഈ ഭർത്താവിൽ നിന്നും ആ ഗർഭത്തെ ദാനമായിട്ട് സ്വീകരിക്കുന്നു ആര്? ഭാര്യ. മനസ്സിലാവുന്നുണ്ടോ? ഒരു കുട്ടി ജനിച്ചിട്ട് അവൻ 100 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ അവൻ എങ്ങനെയായിരിക്കണോ, അവൻ നല്ലതാകണോ ചീത്തയാകണോ എല്ലാം തീരുമാനിക്കുന്ന സമയമാണ് ഈ ഗർഭാധാനം എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈ ഗർഭാധാനം ഇപ്പൊ നമ്മുടെ വിവാഹത്തിന്റെ ഒക്കെ രീതികളൊക്കെ അറിയാമല്ലോ. എങ്ങനെ കല്യാണം? ഇപ്പം മാംഗല്യം തന്തുനാനേന മമ ജീവന ഹേതുന എന്നൊക്കെ പണ്ട് ആചാര്യന്മാര് വേണം. ഈ കർമ്മങ്ങളൊക്കെ നടത്തുമ്പോൾ ആചാര്യന്മാരുണ്ടായിരിക്കണം. ആചാര്യന്മാർ അതിന്റെ ചിട്ടയോടുകൂടി ആ കർമ്മം നടത്തും. ഇന്ന് ആചാരം അറിയത്തില്ല, അതായത്